ഇവരൊക്കെ എന്ത് ധാർമ്മികത, എന്ത് രാഷ്ട്രീയ ധാർമ്മികതയാണ്? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഏത് എറണാകുളത്താണ് പറയുന്നത്, എറണാകുളത്ത്. എന്നിട്ട് അവിടെ കൂടെയുള്ളവർ സാവു ഇത് അവരറിഞ്ഞിട്ടേ ഇല്ല. ആ പാർട്ടി സംസ്ഥാന കമ്മിറ്റി തുടങ്ങിയിട്ട് പഞ്ചായത്ത് മെമ്പർ വരെയുള്ള ഒരാൾ പോലും ഈ കാര്യം അറിഞ്ഞിട്ടില്ല, ഒരാൾ പോലും. സാവു തന്നെ നേരെ പോയി തീരുമാനമാക്കി കച്ചവടം നടത്തി പരിപാടി പുള്ളിയോടെ കൈ കൊടുത്ത് അത് അവസാനിപ്പിച്ചു. എന്ത് പാർട്ടിയാണെന്ന് ഇതൊക്കെ? എന്ത് പാർട്ടി? ഇതിങ്ങനെ അങ്ങനെ ബി ജെ പിക്ക് കിട്ടുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നത്. വേറെ പാർട്ടികളൊക്കെ നമുക്ക് ഇവിടെ എൽ ഡി എഫിൽ നിന്ന് യു ഡി എഫിലേക്ക് പോകുന്നു, ബി ജെ പിയിൽ നിന്ന് CPM-ലേക്ക് പോകുന്നു, കോൺഗ്രസിലേക്ക് പോകുന്നു, ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇങ്ങനെ ഒരു പാർട്ടി പോകുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഒരു പാർട്ടി ഒരു മനുഷ്യൻ പോലും അറിഞ്ഞിട്ടില്ലാന്ന്. ഒരാൾ തീരുമാനം എടുക്കുന്നു, നേരെ പോയി കച്ചവടം ചെയ്ത് പരിപാടി അവസാനിപ്പിക്കുന്നു. ഇത് തിരുവനന്തപുരത്ത് എന്നിട്ട് അദ്ദേഹത്തെ മുന്നിലിരുത്തിയേക്കാണ്. അപ്പം ഇങ്ങനെ ഒരു രാഷ്ട്രീയം കൈകാര്യം ചെയ്യും. ഇത് വെച്ചിട്ട് കോൺഗ്രസിനെയും CPM-നെയും കോൺഗ്രസിനെയും പിടിക്കാമെന്ന് വിചാരിക്കുന്ന BJP-യുടെ അവസ്ഥ ആലോചിച്ച് നോക്കി. തിരുവനന്തപുരത്തെ ഒരു അവസ്ഥ ഞാൻ പറയുന്നത്. അപ്പോൾ എന്താണ്? ഒരു ഭൂരേഖയില്ല കേട്ടോ, വികസന കാഴ്ചപ്പാടുമില്ല, ഒന്നുമില്ല. ഇപ്പം എന്താണ്? ഇത് തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. എന്താണ് ഈ പറഞ്ഞ VV രാജേഷ് അല്ലെങ്കിൽ BJP തിരുവനന്തപുരത്ത് അധികാരത്തിൽ വന്നാൽ, കോർപ്പറേഷൻ അധികാരത്തിൽ വന്നാൽ, ഞങ്ങൾ കോർപ്പറേഷനെ മാറ്റിമറിച്ച് കളയും. ഈ മാറ്റിമറിക്കാൻ പോകുന്നതിൻ്റെ ഭൂരേഖ സമർപ്പിക്കാൻ പോകുന്നവരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് എന്ത് കാണിച്ചു? കൈരേഖ. ഇത് തന്നെയായിരിക്കും നിയമസഭ ഇലക്ഷൻ കഴിഞ്ഞാൽ കാണിക്കാൻ പോകുന്ന കൈരേഖ എന്നുള്ളത് കേരളത്തിലെ ജനങ്ങളും കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളും മനസ്സിലാക്കി അവർക്ക് നന്ദി.